വാർത്തകൾ വിശദമായി. 4ാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം. സഭാ നടപടികൾ പുനരാരംഭിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടത്തോടെ കയറാൻ ശ്രമിച്ചതോടെ വാച്ച് ആൻഡ് വാർഡുമായി കയ്യേറ്റമുണ്ടായി. സംഘർഷത്തിനിടെ വാച്ച് ആൻഡ് വാർഡിന് പരിക്ക്. ബാനർ റിമൂവ് ചെയ്തോളാം. ബാനർ റിമൂവ് ഇപ്പൊ തന്നെ പിടിച്ചു വാങ്ങിച്ചോ. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്ക്. ബാനർ പിടിച്ചു വാങ്ങിക്കാൻ അങ്ങ് പറഞ്ഞോ. പ്രതിപക്ഷ നേതാവിന്റെ മൗനാനുവാദത്തോടെ അവിടെ പിടിച്ചോ. അവിടെ പിടിക്കാൻ പറ്റില്ല. ഇവിടെ പിടിക്കാൻ പറ്റില്ല. പിടിച്ചു വാങ്ങിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു പ്രതിപക്ഷവും വാച്ച് ആൻഡ് വാർഡുമാരും തമ്മിലുള്ള ഒരു കയ്യേറ്റത്തിനിടയ്ക്ക് വാച്ച് ആൻഡ് വാർഡിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഘർഷങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുന്ന ഒരു നടപടിയിലേക്കാണ് കടന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ നിയമസഭാ നടപടികൾ തികച്ചും സംഘർഷഭരിതവും സംഭവബഹുലവുമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. നിയമസഭാ സമ്മേളനം തുടങ്ങിയ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ബോഡി ഷേമിംഗ് എന്ന പരാമർശവുമായി എണീറ്റു. ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കൃത്യമായ ബോഡി ഷേമിംഗ് ആണ്. അത് മുഖ്യമന്ത്രി മാപ്പ് പറയണം തരത്തിലേക്ക് വരെ പ്രതിപക്ഷ നേതാവ് എത്തിയപ്പോഴേക്കും അതിന് സമയം അനുവദിക്കാതെ ആദ്യം സ്പീക്കർ തുടർന്ന് ഒപ്പം ശൂന്യവേളയിലെ വിഷയം ചർച്ച ചെയ്യാം എന്ന് അല്ലെങ്കിൽ ഉന്നയിക്കാമെന്നുള്ള നിർദ്ദേശം കൂടി നൽകി. ഇതിനിടയിൽ തൃപ്തിപ്പെടാത്ത അല്ലെങ്കിൽ സ്പീക്കറുടെ മറുപടിയിൽ തൃപ്തിപ്പെടാതെ പ്രതിപക്ഷ അംഗങ്ങൾ നേരെ നടുത്തളത്തിലേക്കാണ് നീങ്ങിയത്. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് നീങ്ങിയ ഉടൻ തന്നെ വാച്ച് ആൻഡ് വാർഡ് സംഘം പ്രതിപക്ഷത്തിനും ഒപ്പം സ്പീക്കർക്കുമെതിരെ ഒരു പ്രതിരോധ നിര തന്നെ സൃഷ്ടിച്ചു. ഇതിനിടയിൽ ബാനർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിയത് വലിയ തരത്തിൽ ബഹളത്തിന് വഴിവെച്ചു. സ്പീക്കർ തന്നെ ഇടപെട്ടുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനോട് ആ ബാനർ പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകി. എന്നാൽ ബാനർ പിടിച്ചെടുക്കാൻ വാച്ച് ആൻഡ് വാർഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ബാനർ മറ്റൊരു സ്ഥലത്തേക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് എത്തി ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ഇതോടെ ഭരണകക്ഷി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധ സ്വരമുണ്ടായി. ചില ആളുകൾ ഭരണപക്ഷ MLA-മാരും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നേരെ നടുത്തളത്തിലേക്ക് നീങ്ങിയെങ്കിലും മന്ത്രി MP രാജേഷ് ഇടപെട്ടുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് 1 മണിക്കൂർ സമയവും ചോദ്യോത്തരവേള മുന്നോട്ട് പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിലുള്ള ബഹളങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ശാന്തമായി. ചോദ്യോത്തരവേള കഴിഞ്ഞ് ശൂന്യവേളയിലേക്ക് കടന്ന് അത് ശ്രദ്ധ ക്ഷണിക്കലിന്റെ സമയം എത്തിയപ്പോഴേക്കുമാണ് പ്രതിപക്ഷം നിര വീണ്ടും ശക്തിയോടുകൂടി പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. വാച്ച് ആൻഡ് വാർഡിനെ തള്ളി മാറ്റിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമം നടത്തി. ആ ശ്രമമാണ് പിന്നീട് വലിയ തരത്തിലുള്ള ഉന്തും തള്ളുമായി മാറിയത്. പ്രതിപക്ഷ അംഗങ്ങളും സ്പീക്കറും തമ്മിൽ സ്പീക്കറുടെ മുന്നിലുള്ള വാച്ച് ആൻഡ് വാർഡ് അംഗങ്ങളും തമ്മിൽ വലിയ തരത്തിലുള്ള ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിലാണ് ഒരു വാച്ച് ആൻഡ് വാർഡ് കൈക്ക് പരിക്ക് വെച്ചത്. അയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും സഭാ നടപടികൾ തുടങ്ങിയെങ്കിലും സഭ ബഹിഷ്കരിക്കുന്നതായിട്ട് പ്രതിപക്ഷം അറിയുകയും സഭാ നടപടികളിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് സ്പീക്കർ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നിയമസഭയിലുള്ള ചീഫ് മാർഷൽ ഉൾപ്പെടെ ഈ പ്രതിപക്ഷത്തിന്റെ കയ്യേറ്റത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്പീക്കർ ഇതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ചീഫ് മാർഷൽ കൊണ്ടുവരുന്നത് എന്നും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിലെ വാഗ്വാദങ്ങൾക്കിടയിൽ പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോഴും സഭാ നടപടികൾ തുടരുന്നുണ്ടെങ്കിലും പക്ഷേ പ്രതിപക്ഷം സഭയിലില്ല. ഒരുപക്ഷെ അല്പസമയത്തിൽ തന്നെ സഭാ നടപടികൾ പൂർത്തിയായി ഈ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും നിയമസഭ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും ഭരണപക്ഷത്തിന്റെ ചെറുത്തുനിൽപ്പിനുമൊക്കെ ഇന്ന് വേദിയായി എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല ഈ നിയമസഭയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സഭ്യതരമായ ഭാഷകൾ ഉപയോഗിച്ച് ഭരണപക്ഷ അംഗങ്ങൾ സംസാരിച്ചതും വല്ലാതെ പ്രതിപക്ഷ നിരയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 പേരാണ് ഇതിനിടയിൽ ഈ സഭ്യതരമല്ലാത്ത വാക്കുകൾ എഴുന്നേറ്റ് സംസാരിച്ചത്. ഇത് നിയമസഭയിൽ ഒരിക്കൽ പോലും പാടില്ലാത്തതാണ്. എന്നാൽ ഇവർക്കെതിരെ ഒരു നടപടിയും നിർദ്ദേശിക്കുവാൻ സ്പീക്കർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് മറ്റൊരു തരത്തിൽ ചൊടിപ്പിച്ചത്. അങ്ങനെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചും പോർവിളിച്ചും നിയമസഭാ സമ്മേളനം ഇതിനിടയിൽ ഉണ്ടായി. അതിന് എന്തായാലും അല്പസമയം മുമ്പ് തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു. ശരി. 4ാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ പുനരാരംഭിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടത്തോടെ കയറാൻ ശ്രമിച്ചതോടെ വാച്ച് ആൻഡ് വാർഡുമായി കയ്യേറ്റമുണ്ടായി. സംഘർഷത്തിനിടെ വാച്ച് ആൻഡ് വാർഡിന് പരിക്ക്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.